കല്ലു. കണ്ണൻ വന്ന് അടുത്ത് നിന്നപ്പോഴാണ് അവൾ അവനെ കണ്ടത്. നീ ഇത് ഏത് ലോകത്താണ് പെണ്ണേ? പെട്ടെന്ന് അവൾ മിഴികൾ അമർത്തി തുടച്ചുകൊണ്ട് തിരിഞ്ഞു. അവൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ആ കവളിൽ മെല്ലെ തലോടി. എന്തു പറ്റി? മുഖമൊക്കെ വല്ലാണ്ട്. പെട്ടെന്ന് അവൾ അവനെ പിടിച്ച് ബെഡിലേക്ക് ഇരുത്തി. എന്നിട്ട് അവൻ മടക്കി കൊടുത്തിരുന്ന മുണ്ടിൻ്റെ അഗ്രം മേൽപോട്ട് ഉയർത്തി. എന്താ കല്ലു? അവൻ ബലമായി തന്നെ താഴോട്ട് താഴ്ത്താൻ നോക്കിയെങ്കിലും നടന്നില്ല. കല്ലു അപ്പോഴാണ് കണ്ടത് മുട്ടിന് മുകളിലായി നീളത്തിലൊരു വര നന്നായി മുറിഞ്ഞിട്ടുണ്ട്. ഇതെന്താ കണ്ണേട്ടാ? കരഞ്ഞുകൊണ്ട് അവൾ ചോദിച്ചു. ഒന്നുമില്ലടി പെണ്ണെ, ഇതൊക്കെ ഇടയ്ക്കൊക്കെ പതിവാണ്. എന്നാലും എൻ്റെ കണ്ണേട്ടൻ എന്തിനാ ആ പണിക്കൊക്കെ പോയത്? എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. എന്തു പറ്റാൻ എടി, ഞാൻ ആദ്യമായിട്ടല്ല കിണർ പണിക്ക് പോകുന്നത്. ഇത് മുകളിൽ നിന്നവർ വടമിട്ട് തന്നപ്പോൾ പറ്റിയതാണ്. കുറച്ച് കയറി വന്നതേയുള്ളൂ. പെട്ടെന്ന് സ്ലിപ്പായി. അവനത് പറയുകയും കല്ലു അവൻ്റെ വായ മൂടി. എന്നിട്ട് അവനെ നെഞ്ചോട് ചേർന്നിരുന്നു. കണ്ണേട്ടാ, എനിക്ക് കേട്ടിട്ട് പേടിയാകുന്നു. എന്തിനായിരുന്നു ഇത്രയും തിടുക്കം? ടിപ്പർ ഓടിക്കുന്നുണ്ടല്ലോ, അത് മതി. ഇനി പോകില്ല. കണ്ണേട്ടൻ എന്തിനാ പോയത്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സ്വർണ്ണം ഏതെങ്കിലും പണയം വെക്കാമായിരുന്നു. അതൊക്കെ പോടടി, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. പിന്നെ കയ്യിൽ കാശൊക്കെ തീർന്നു. അച്ഛന് വേണ്ടി ആശുപത്രിയിൽ അത്യാവശ്യം നല്ല പൈസയായില്ലേ? അവളൊന്നും മിണ്ടാതെ അവനോട് ചേർന്നിരുന്നു. എൻ്റെ പെണ്ണ് ഇത്രയും മാർക്ക് മേടിച്ച് പാസ്സായിട്ട് ഒരു ചെറിയ മോതിരം പോലും ഇല്ലാതെ എങ്ങനെയാണ്? അതുകൊണ്ട് അങ്ങ് പോയതാ, നീ ക്ഷമിക്ക്. അവൻ്റെ വാക്കുകൾ കേട്ടതും കല്ലു തറിഞ്ഞിരുന്നു. അവളുടെ ഏങ്ങിൽ കൂടിക്കൂടി വരികയാണ്. കല്ലു, വേണ്ട, എന്നോട് മിണ്ടണ്ട. എന്താടിയത്? ചുമ്മാ ഇരുന്ന് കരഞ്ഞോളും. എനിക്ക് എൻ്റെ കണ്ണേട്ടനെ ചേർത്ത് നിർത്തി അഭിനന്ദിച്ചത് മാത്രം മതി. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അല്ലാതെ ഒന്നും വേണ്ട. ശരി ശരി, ഇനിയിപ്പോൾ അതും പറഞ്ഞ് കരയാതെ ഒന്ന് കിടക്ക്. നേരം ഒരുപാടായി. കണ്ണേട്ടാ, സത്യം ചെയ്യ്, ഇനി ഇങ്ങനെയൊന്നും പോകില്ലെന്ന്. ഇല്ലെന്നേ. അങ്ങനെ പോരാ, എൻ്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യ്. അവൾ ബലമായി അവൻ്റെ കൈയെടുത്ത് അവളെ നെറുകിലേക്ക് വെച്ചു. ഇനി പറയ്. എന്ത്? ദേ കണ്ണേട്ടാ, വെറുതെ കളിക്കല്ലേ. അവൾ മുഖം വീർപ്പിച്ചു. ശരി, എന്താണ് പറയേണ്ടത്? ഇനി മേലാൽ ഇങ്ങനെ പോകില്ലെന്ന് സത്യം ചെയ്യ്. ഇനി മേലാൽ ഒന്നും പോകില്ല. സത്യം സത്യം സത്യം. ഉറപ്പാണോ? സത്യം ചെയ്ത് പോരെ? അവൾ ചിരിച്ചുകൊണ്ട് കണ്ണനോട് ഒന്നുകൂടെ ചേർന്നിരുന്നു. ഏട്ടാ, എന്താ വേണേ? ഇനി സത്യം ചെയ്യണോ? അതൊന്നുമല്ല. വേറെന്താണ്? അത് പിന്നെ ഞാൻ നാളെ വരുന്നില്ല. അത് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പം നീ വന്ന് കിടക്കാൻ നോക്ക്. സമയം ഒരുപാടായി. അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് വന്ന് കിടന്നു. ഒപ്പം അവളും. കണ്ണേട്ടാ, പ്ലീസ്, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാമോ? ഇല്ല, നീ ഒരക്ഷരം പോലും ഇങ്ങോട്ട് പറയണ്ട. കിടന്നുറങ്ങ്. അവൻ കണ്ണുകൾ അടച്ച് കിടന്നു. പിന്നീട് കല്ലു ഒന്നും സംസാരിക്കാൻ പോയില്ല. കാലത്തെ 5 മണിക്ക് തന്നെ കല്ലു ഉണർന്ന് കുളിച്ച് അടുക്കളയിലെത്തി. ഷോഫയും അപ്പോൾ എഴുന്നേറ്റു. ഇഡ്ഡലിമാവെല്ലാം പുളിച്ചു പൊങ്ങി ഇരിപ്പുണ്ട്. ആ മോളെ, നീ നേരത്തെ ഉണർന്നോ? കല്ലുവിനോട് അവർ ചോദിച്ചു. കല്ലു ഒന്നും പുഞ്ചിരിച്ചു. ഇന്നലെ വരെ പാലും തൈരും എല്ലാം ഇഷ്ടം പോലെയായിരുന്നു. അവർ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചുകൊണ്ട് കല്ലുവിനോട് പറഞ്ഞു. കല്ലു അപ്പോൾ ഫ്രിഡ്ജ് തുറന്ന പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചു. സാമ്പാർ വയ്ക്കാനാണ്. അമ്മേ, ഇത് മതിയാകുമോ? മതി മോളെ, എല്ലാം എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്ക്. രണ്ടാളും കൂടി ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രേഖ എഴുന്നേറ്റ് വന്നത്. ആ, കാലത്തെല്ലാം ആയോ ചേച്ചി? ഇഡ്ഡലി പുഴുങ്ങുവാടി. കാപ്പിട പണി കഴിഞ്ഞ് ചോറിടാം. ശ്രീകുട്ടി എഴുന്നേറ്റില്ലേ? ഇല്ലടി, ഇന്നലെ താമസിച്ചല്ലേ കിടന്നത്, അതുകൊണ്ട് വൈകും. ഈ പഠിത്തം നല്ലതല്ല കേട്ടോ. നേരത്തെ കാലത്തെ ഉണർന്ന അടുക്കളയിൽ കയറുന്ന പെൺകുട്ടികൾ വെല്ലോ വീട്ടിൽ ചെല്ലുമ്പോൾ അവർ തള്ളമാരെ കുറ്റം പറയത്തുള്ളൂ. രേഖ അനിഷ്ടത്തോടെ പറഞ്ഞു. ആ, ദേവുനെ അങ്ങനെയൊക്കെ അങ്ങ് പഠിപ്പിച്ചു വിട്ടാൽ മതി കേട്ടോ ചിറ്റേ. ചിറ്റിക്ക് ബെസ്റ്റ് മദർ അവാർഡ് കിട്ടട്ടെ. കണ്ണൻ അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്നു. ആ, ഇവനും എന്നെ കാണുന്നത് ചതുർത്ഥിയാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇവൻ എന്നോട് ഒന്നും രണ്ടും പറഞ്ഞു കൊടുക്കും. എൻ്റെ ചിറ്റേ, ഞാൻ ഉടക്കിയതൊന്നുമല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പം ശ്രീകുട്ടി തന്നെ കണ്ടില്ലേ, നേരം 6 മണി കഴിഞ്ഞു, ഇതുവരെ ഉണർന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചിറ്റിയോട് പറഞ്ഞത് ദേവുവിനെ പോലെയെങ്കിലും നന്നായി വളർത്താൻ. എൻ്റെ മോളെ ഞാൻ അങ്ങനെ തന്നെയാണ് വളർത്തുന്നത്. എല്ലാ ദിവസവും 5:30 അവൾ എഴുന്നേൽക്കും. രേഖയും വിട്ടുകൊടുത്തില്ല. അവൻ അമ്മയുടെ ഒരു കപ്പ് കാപ്പി ആംഗ്യത്തിൽ കാണിച്ചു. ഷോഫ കാപ്പി കൊടുത്തതും അവനതും മേടിച്ചുകൊണ്ട് ഉമ്മറത്തേക്ക് പോയി. ശ്രീകുട്ടി അപ്പോഴാണ് ഉണർന്നു വന്നത്. നീ എന്താടി ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്? നേരം എത്രയെന്നറിയോ? എൻ്റെ ചിറ്റേ, ഇന്നലെ ദേവുക്കുട്ടിയുമായി വർത്തമാനം പറഞ്ഞുറങ്ങിയപ്പോൾ 12 മണി കഴിഞ്ഞു. അതുകൊണ്ടാണ് താമസിച്ചത്. എന്നിട്ട് ദേവു എവിടെ? അവളെ ഞാൻ വിളിച്ചതാ, പക്ഷേ 10 മണിയാക്കാതെ അവൾ എഴുന്നേൽക്കില്ലെന്ന് എന്നോട് പറഞ്ഞു. അവധി ദിവസം അങ്ങനെയാണത്രേ. കാപ്പി കുടിച്ച ഗ്ലാസുമായി അകത്തേക്ക് വന്ന കണ്ണൻ അത് കേട്ടു.
എന്താണ് ശ്രീകുട്ടി നീ ഇപ്പോൾ പറഞ്ഞത്? അവൻ ചോദിച്ചു. ശ്രീകുട്ടി കാര്യം വിശദീകരിച്ചപ്പോൾ കണ്ണൻ താടിക്ക് കൈയും കൊടുത്ത് രേഖയെ നോക്കി. രേഖ പക്ഷെ ഒരക്ഷരം പോലും സംസാരിച്ചില്ല. കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരായി പോകുവാനായി റെഡിയാക്കാൻ തുടങ്ങി. കല്ലു ഒരുപാട് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും കണ്ണൻ സമ്മതിച്ചില്ല. ഒടുവിൽ അവളും പോകാൻ തയ്യാറായി. അങ്ങനെ 11 മണിയോട് കൂടി എല്ലാവരും ചെക്കൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അത്യാവശ്യം ആളുകളൊക്കെ അവിടെയും ഉണ്ടായിരുന്നു. കണ്ണനും ചെറുക്കനും ചേട്ടൻ്റെ സുമേഷും പരിചയമുള്ളതിനാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. തരക്കേടില്ലാത്ത ഒരു വാർക്ക് വീടാണ് അവരുടേത്. സാധാരണക്കാരായ ആളുകളായിരുന്നു അവരും. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും പോയവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി. സ്ത്രീധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ആവാം ചെറുക്കൻ്റെ അച്ഛൻ പറഞ്ഞത്. താമസിക്കാതെ കല്യാണം നടത്താൻ പറ്റുമെങ്കിൽ അത്രയും സന്തോഷമെന്ന് ചെറുക്കൻ്റെ അമ്മ താല്പര്യം അറിയിച്ചു. 2 മാസത്തിനുള്ളിൽ ശ്രീകുട്ടിയുടെ പഠനം തീരും. അതുകൊണ്ട് വരുന്ന ചിങ്ങത്തിൽ കല്യാണം നടത്താമെന്ന് കണ്ണനും പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ പറയാമെന്നും കണ്ണൻ തലേ ദിവസം അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു. അങ്ങനെ വാക്കാൽ വിവാഹം ഉറപ്പിച്ചിട്ട് ഏറ്റവും അടുത്ത മുഹൂർത്തം നോക്കി നിശ്ചയം നടത്താമെന്ന തീരുമാനമെടുത്ത് എല്ലാവരും പിരിഞ്ഞു. തിരികെ വന്നപ്പോൾ ശോഭയ്ക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. ശ്രീകുട്ടിക്ക് തരക്കേടില്ലാത്ത ഒരു ബന്ധം വന്നതിനാൽ രാജിയും കണ്ണനുമൊക്കെ അതേ അവസ്ഥയിൽ തന്നെയായിരുന്നു. ശോഭയ്ക്ക് വന്ന മാറ്റം കണ്ണനും ശ്രദ്ധിച്ചിരുന്നു. കാരണം അവിടെ വെച്ച് അവർ കല്ലുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി. കല്ലുവിനോടാണെങ്കിൽ ശോഭ ഒരുപാട് സംസാരിക്കുന്നുമുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ കണ്ണനും സന്തോഷവും സമാധാനവും തോന്നി. ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു. എല്ലാവരും തിരികെ വീട്ടിലെത്തിയപ്പോൾ വന്നു കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ തന്നെ രാജയും സുമേഷും അമ്മയും കൂടെ തിരികെ പോയിരുന്നു. അവരുടെ അടുത്ത അമ്പലത്തിൽ ഉത്സവമാണ്. ഇന്ന് കൊടിയേറ്റായതുകൊണ്ട് നേരത്തെ ചെല്ലണമെന്ന് പറഞ്ഞ് അവർ പോയത്. ഒപ്പം കണ്ണനെയും കല്ലുവിനെയും ഉത്സവം തീരും മുൻപ് ഒരു ദിവസം വരണമെന്ന് പറഞ്ഞ് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. കല്ലുവാണെങ്കിൽ ശ്രീകുട്ടിയുടെ വള്ളിപുള്ളി വിടാതെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേൾപ്പിച്ചു. വീടിനെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചുമൊക്കെ അവൾ വിശദീകരിച്ചു. രേഖയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അത്ര സുഖിച്ചില്ലെങ്കിലും ശോഭ ഇപ്പോൾ കല്ലുവിൻ്റെ പക്ഷത്തായതുകൊണ്ട് കൂടുതൽ അതിലേക്ക് തലയിടാനായി പോയില്ല. 4 മണിയോട് കൂടി രേഖയും ഭർത്താവ് ദിനേശനും മക്കളും യാത്ര പറഞ്ഞു പോയി. ആ സമയത്ത് രാജൻ്റെ അരികിലേക്ക് കണ്ണൻ ചെന്നത്. അച്ഛാ, തരക്കേടില്ലാത്ത ആളുകളാണ്, ഞാൻ മുൻപേ പറഞ്ഞിരുന്നല്ലോ. അതുപോലെയൊക്കെ തന്നെ. പിന്നെ അവരെ എല്ലാവരെയും അച്ഛൻ നേരിട്ട് കണ്ടതുമാണല്ലോ. ഇനി അച്ഛന് ചെറുക്കന് വീട് പോയി കണ്ടിട്ടാണെങ്കിൽ അങ്ങനെ അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ഉറപ്പിക്കാം. അതൊന്നും വേണ്ട മോനെ, നീ പോയല്ലോ, അത് മതി. ഇനി വൈകാതെ കാര്യങ്ങളൊക്കെ നടത്താം. ഒരു കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ അവസ്ഥ അറിയാലോ. അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട. ശ്രീകുട്ടിയുടെ കാര്യം നമുക്ക് എങ്ങനെയും നടത്തിവിടാം. ഒരു സ്ഥിര വരുമാനമുള്ള ജോലിക്കാരനായതുകൊണ്ട് ശ്രീകുട്ടിക്കും സുനീഷിനും ബുദ്ധിമുട്ടൊന്നും കൂടാതെ ജീവിക്കാം അച്ഛാ. കാര്യമൊക്കെ ശരിയാണ് മോനെ. പക്ഷെ നമ്മുടെ സാമ്പത്തികം അവർ സ്ത്രീധനമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. എന്നാലും നമുക്ക് പറ്റാവുന്നതിൻ്റെ പരമാവധി കൊടുക്കാം അച്ഛാ അവളെ ഇറക്കി വിടാൻ. സ്വർണത്തിനൊക്കെ നല്ല വിലയല്ലേ മോനെ? എങ്ങനെയാണിപ്പോൾ? അമ്മ കണക്ക് കൂട്ടി 8 പവൻ്റെ സ്വർണ്ണമുണ്ട്. പിന്നെ ഒരു 12 പവൻ കൂടി മേടിക്കണം. ഇനി അവർക്ക് കാശായിട്ട് വേണമെങ്കിൽ അത് ഞാൻ സുമേഷിനോട് ചോദിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം തീരുമാനിക്കാം. അങ്ങനെ ചെയ്യാം മോനെ. അങ്ങനെ രാത്രിയും കടന്നുപോയി. അടുത്ത ദിവസം കല്ലുവിന് കോളേജിൽ പോകണമായിരുന്നു. അവൾ കാലത്ത് എഴുന്നേറ്റ് ജോലിയൊക്കെ തീർത്തിട്ട് ശ്രീകുട്ടിക്കൊപ്പം ഇറങ്ങാനായിരുന്നു പ്ലാൻ. കണ്ണൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. തിരികെ വരുമ്പോൾ അച്ഛമ്മയെ കൂടി ഒന്ന് കണ്ടു കളയാമെന്ന് അവൾ ഓർത്തു. രാവിലെ അവൾ അടുക്കളയിലെത്തി അമ്മയുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. പോയിട്ട് വാ മോളെ എന്ന് ശോഭയും അവളോട് പറഞ്ഞു. അങ്ങനെ 10 മണിയോട് കൂടി രണ്ടാളും കോളേജിലേക്ക് പുറപ്പെട്ടു. അവിടെ അവളെ ഇറക്കിവിട്ട ശേഷം കണ്ണൻ തിരികെ അവൻ്റെ ഒരു കൂട്ടുകാരനെ കാണാനായി ടൗണിലേക്ക് പോന്നു. ഏകദേശം 2 മണിക്കൂർ എടുത്തു കല്ലുവിന്. അതിനുശേഷം അവൾ കണ്ണനെ ഫോൺ ചെയ്തു. അവൻ എത്തിയപ്പോൾ കല്ലുവിൻ്റെ 2-3 കൂട്ടുകാരികൾ അവനെ കാണാനായി നിൽപ്പുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ച ശേഷം രണ്ടാളും കൂടി അച്ഛമ്മയെ കാണാനായി പോയി. അച്ഛമ്മയാണെങ്കിൽ ഉമ്മർത്ത് അവരെ കാത്തിരിപ്പുണ്ട്. കല്ലു ഓടിച്ചെന്ന് പതിവ് തെറ്റാതെ ഉമ്മയ്ക്ക് കൊടുത്ത് അച്ഛമ്മയെ കെട്ടിപ്പിടിച്ചു. ബേക്കറിയിൽ നിന്നും മേടിച്ച പലഹാരമൊക്കെ അവൾ അച്ഛമ്മയുടെ കയ്യിൽ കൊടുത്തു. ഉഷയാണെങ്കിൽ കൃഷിഭവൻ വരെ പോയതായിരുന്നു. കല്ലുവാണ് ചോറും കറികളും ഒക്കെ എടുത്ത് മേശമേൽ നിരത്തിയത്. അച്ഛമ്മയും നിർബന്ധിച്ച് ഒപ്പം വരുത്തി. എല്ലാവരും കൂടി ആഹാരമൊക്കെ കഴിച്ചു. കല്ലുവിനെന്ന് ഒരുപാട് സന്തോഷമായിരുന്നു. വൈകുന്നേരമാണ് അവർ അച്ഛമ്മയുടെ അടുത്തുനിന്നും യാത്ര പറഞ്ഞു പോകുന്നത്. അന്ന് രാത്രിയിൽ കണ്ണൻ അവൻ്റെ കൂട്ടുകാരൻ സുമേഷിനെ വിളിച്ചു. സ്ത്രീധനത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അവർക്ക് കാശായിട്ടൊന്നും വേണ്ടതും എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അത് പെൺകുട്ടിക്ക് സ്വർണ്ണമായിട്ട് ഇട്ടാൽ മതിയെന്നും പറഞ്ഞു. ഒന്നും തന്നില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ലടാ എന്നും പറഞ്ഞാണ് അവൻ ഫോൺ വെച്ചത്. പിന്നീട് എത്ര പവൻ കൊടുക്കുമെന്നൊക്കെയായിരുന്നു വീട്ടിലെ ചർച്ച. 20 പവൻ കൊടുക്കാമെന്ന് ശോഭ പറഞ്ഞു.
വീടിൻ്റെ ആധാരം പണയം വെച്ച് വേണം പൈസ എടുക്കാൻ. എല്ലാം പെട്ടെന്ന് റെഡിയാക്കണം. ദിവസം അങ്ങ് ഓടിപ്പോകും. പിന്നെ ശ്രീകുട്ടിയുടെ പേരിൽ 2 ലക്ഷം രൂപയോളം ബാങ്കിൽ കിടപ്പുണ്ട് അല്ലേ അമ്മേ? കണ്ണൻ ചോദിച്ചു. അതാ മോനെ, തെക്ക് വശത്തുള്ള പാടം വിറ്റപ്പോൾ കിട്ടിയ കാശാണ് മോളെ. രാജിയുടെ കല്യാണം കഴിഞ്ഞ് ഇത്തിരി കടമുണ്ടായിരുന്നു. അന്നേരം അത് വിറ്റിട്ട് ബാക്കി വന്ന പൈസ അച്ഛനെന്ന് അവളുടെ പേര് കിട്ടും. കല്ലുവിനെ നോക്കി ശോഭ പറഞ്ഞു. ആ, 2 ലക്ഷം രൂപയ്ക്ക് 4 പവൻ കിട്ടും. പിന്നെ ഒരു 12 പവൻ കൂടി വേണ്ടേ? കണ്ണൻ അമ്മയോട് ചോദിച്ചു. ഏട്ടാ, ഒരുപാട് കടമൊന്നും കയറ്റണ്ട. എനിക്ക് 15 പവൻ സ്വർണം മതി. അപ്പോൾ കുഴപ്പമില്ലല്ലോ. ശ്രീകുട്ടി കുളി കഴിഞ്ഞിറങ്ങി വന്നപ്പോഴാണ് അവൾ വീട്ടിലെ ചർച്ച കേട്ടത്. നീ ഒന്നും മിണ്ടാൻ നോക്കണം ശ്രീകുട്ടി, ഞങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം. അവൻ സ്നേഹപൂർവ്വം അവളെ ശാസിച്ചു. വേണ്ട ഏട്ടാ, ഏട്ടനെ കൊണ്ട് തന്നെ പറ്റുമോ ഇതെല്ലാം വീട്ടാൻ? അച്ഛനും വയ്യാണ്ട് കിടക്കുന്നു. പശുവിനെ കൊടുത്തതുകൊണ്ട് ആ വരുമാനവും ഇല്ല. എല്ലാം എൻ്റെ ഏട്ടൻ്റെ ചുമലാകും. ഓ, പറഞ്ഞു കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് പോടി. ഒരു ഉപദേശം കേട്ടില്ലേ? അവൻ ദേഷ്യപ്പെട്ടു. മോനെ, അവൾ പറയുന്നതൊക്കെ നേരാടാ. നീ തന്നെ. ആ, ഇനി അമ്മയും കൂടി തുടങ്ങിക്കോ. വെറുതെ എൻ്റെ വാലിരിക്കുന്നൊന്നും കേൾക്കല്ലേ. അവൻ ഒച്ച വെച്ചപ്പോൾ പിന്നെ ആരും മിണ്ടിയില്ല. കണ്ണാ, അല്പം കഴിഞ്ഞ് ശോഭ മകനെ വിളിച്ചു. എടാ, നമ്മളാണെങ്കിൽ എല്ലാവർക്കും പിള്ളേരുടെ കല്യാണത്തിന് സ്വർണ്ണമൊക്കെ കൊടുത്തതല്ലേ? അതൊക്കെ കിട്ടുമായിരിക്കും. ആ, രാജിയുടെ കല്യാണത്തിന് കനത്തിൽ കിട്ടിയതല്ലേ? എന്നിട്ടോ? അവൻ കണ്ണൊട്ടിയപ്പോൾ അവർ മിണ്ടാതെ ഇരുന്നു. കേട്ടോ കല്ലു, രാജിയുടെ കല്യാണത്തിന് കടം വന്നത് എങ്ങനെയാണോ? ഇവിടെ അമ്മയും അച്ഛനും കണക്ക് കൂട്ടിയപ്പോൾ 7 പവൻ സ്വർണം ഇങ്ങോട്ട് കിട്ടാനുണ്ട്. അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ സഹോദരങ്ങളുടെ മക്കൾക്കൊക്കെ ആയിട്ട് കല്യാണത്തിന് കൊടുത്തതാണ്. അത് വെച്ച് ബാക്കി സ്വർണ്ണമാണ് നമ്മളെടുത്തത്. തലേ ദിവസം ആരും സ്വർണം തന്നില്ല. പെണ്ണിന് പറഞ്ഞ് സ്വർണം ഇട്ടില്ലെങ്കിൽ നാണക്കേടാകില്ലേ? ഞാനും അച്ഛനും കൂടി തലേ ദിവസം ഓടി നടന്ന് കുറച്ച് പേരോടൊക്കെ പൈസ ഒപ്പിച്ചു. എന്നിട്ട് അവൾക്ക് സ്വർണം പോയി എടുത്തത്. പിന്നെ കണ്ടം വിറ്റിട്ടാണ് ഞങ്ങൾ ആ പൈസയെല്ലാം കൊടുത്തു തീർത്തത്. കല്ലു ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. നീ എന്താ ഒന്നും മിണ്ടാത്തത്? കണ്ണൻ അവളെ സൂക്ഷിച്ചു നോക്കി. അത് പിന്നെ കണ്ണേട്ടാ, എനിക്ക് കല്ലു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വിൽക്കാതെ കാര്യം പറഞ്ഞോണം കേട്ടോ. അവൻ കയർത്തു. എന്നതാടാ ഇത്? ഒരു മയത്തിലൊക്കെ പറയ്. ശോഭ അവനെയും വഴക്ക് പറഞ്ഞു. അതല്ലമ്മേ ഞാൻ പറഞ്ഞത്, എൻ്റെ സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ട്, അതെടുക്കാം. വെറുതെ ലോൺ എടുത്ത് പലിശ കൊടുക്കണോ? ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു. അതൊന്നും വേണ്ട മോളെ, ശ്രീകുട്ടിക്കുള്ള സ്വർണ്ണമൊക്കെ നമ്മളാക്കും. മോളുടെയൊക്കെ അവിടെ ഇരുന്നോട്ടെ. അതല്ലമ്മേ, വെറുതെ. കലു, അമ്മ പറഞ്ഞത് കേട്ടില്ലേ? പിന്നെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമുക്കപ്പം നോക്കാം. കണ്ണനായിരുന്നു അത് പറഞ്ഞത്. കല്ലു തല കുലുക്കി. അങ്ങനെ ഒരാഴ്ച കടന്നുപോയി. ശ്രീകുട്ടിയുടെ വിവാഹ നിശ്ചയമാണ് അടുത്ത ആഴ്ച. ചെറിയ രീതിയിൽ ഒരു ഷോപ്പിംഗ് ഒക്കെ നടത്താനായി വന്നതാണ് എല്ലാവരും. കണ്ണനാണെങ്കിൽ ബാപ്പൂരിയുടെ അനിയൻ്റെ കാർ എടുത്തു. അതിലാണ് എല്ലാവരും കൂടി പോയത്. രാജിയും എത്തിയിട്ടുണ്ട്. കുഞ്ഞിനെ ശോഭയുടെ അടുത്താക്കിയിട്ടാണ് അവൾ വന്നത്. ശ്രീകുട്ടിക്ക് മജന്ത നിറമുള്ള ഒരു ധാവണിയാണ് എടുത്തത്. രാജിയുടെ കുഞ്ഞിന് ഒരു ഉടുപ്പും എടുത്തു. പിന്നെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. കല്ലുവിനോട് രാജിയും ശ്രീകുട്ടിയും ഒരുപാട് നിർബന്ധിച്ച് ഒരു ചുരിദാർ എടുക്കാൻ. പക്ഷേ അവൾക്ക് കല്യാണത്തിന് സമ്മാനം കിട്ടിയത് ഉണ്ടായിരുന്നിരിപ്പ്. അതുകൊണ്ട് അവൾ മേടിച്ചില്ല. കണ്ണനും ഷർട്ടുണ്ടായിരുന്നു. അവനും ഇനി കല്യാണത്തിന് മേടിക്കാമെന്നും പറഞ്ഞു. രാജിക്ക് ഒരു ചുരിദാർ അവൻ എടുത്തു കൊടുത്തു. പിന്നീട് മോതിരം മേടിക്കാനായി എല്ലാവരും കൂടെ കണ്ണന് പരിചയമുള്ള ഒരു ജ്വല്ലറിയിലാണ് കയറിയത്. അവിടെ നിന്നുമായിരുന്നു കണ്ണൻ താലിമാലയൊക്കെ മേടിച്ചത്. കണ്ണൻ്റെ ഒരു കൂട്ടുകാരന് അവിടെ ജോലിയുണ്ട്. ആ പരിചയത്തിലാണ് പോയത്. മോതിരം എടുത്ത ശേഷം പഴയൊരു വളം മാറി ശ്രീകുട്ടിക്ക് വേറൊരു വളയും കൂടി മേടിച്ചു. ബാക്കി സ്വർണ്ണമൊക്കെ കല്യാണത്തിന് വേണ്ടി ബുക്ക് ചെയ്തിട്ടാണ് അവർ പോകുന്നത്. 2 മാസം കൂടിയുണ്ട് കല്യാണത്തിന്. അപ്പോഴേക്കും എല്ലാം മേടിക്കാൻ വരാമെന്ന് പറഞ്ഞ് എല്ലാവരും മടങ്ങി. അപ്പോഴേക്കും ഉച്ചയായിരുന്നു. എല്ലാവരും കൂടി ഒരു ഹോട്ടലിൽ കയറി. ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. അതിനുശേഷം ഓരോ ഫ്രഷ് ലൈം കൂടി കുടിച്ചു എല്ലാവരും ഇറങ്ങി. ഇനി പോയേക്കാം അല്ലേടി? അയ്യോ ഏട്ടാ, ഒരു മിനിറ്റ്, ശ്രീകുട്ടി പറഞ്ഞു. എന്താ? അത് എനിക്ക് കുറച്ച് സാധനം കൂടി വാങ്ങണം. ഇനിയെന്താ? അത് പിന്നെ ഏട്ടാ, ലേഡീസ് സെൻറ്റർ. വേഗം ആകട്ടെ. രാജിയും ശ്രീകുട്ടിയും കൂടി അവിടേക്ക് കയറി. കലു, നിനക്കൊന്നും വേണ്ടേ? വേണ്ടേട്ടാ. വല്ല പൊട്ടോ ക്യൂട്ടക്സോ വേണോ? വേണ്ട. അവൾ ചിരിച്ചു. വേണേൽ മേടിക്ക് വേണേ? വേണ്ട ഏട്ടാ. അപ്പോഴേക്കും രാജി വന്നു അവളെ വിളിച്ചു. കണ്ണനാണെങ്കിൽ നോക്കിയപ്പോൾ വഴിയോർത്ത് ഒരു കുപ്പിവിള കച്ചവടക്കാരി ഇരിക്കുന്നത് കണ്ടു. പച്ചയും ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള കുപ്പിവിളകൾ അടുങ്ങിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് നടന്നു. കല്ലുവിൻ്റെ കയ്യിൽ കുപ്പിവിള ഇട്ടാൽ നല്ലതായിരിക്കും. ഈ പെണ്ണിൻ്റെ കൈയുടെ അളവ് അറിയില്ലല്ലോ, അവൻ ഓർത്തു. എന്തായാലും ഏകദേശം അളവ് വെച്ച് അവൻ കുറച്ച് കുപ്പിവിള മേടിച്ചു. വണ്ടിയിലേക്ക് കൊണ്ടുപോയി വെച്ചു. കുറച്ച് കഴിഞ്ഞതും അവർ കടയിൽ നിന്നും ഇറങ്ങി വന്നു. ഇതെന്താ കല്ലു? കണ്ണൻ അവളുടെ കയ്യിലിരുന്ന കവറിലേക്ക് നോക്കി. രാജേച്ചി മേടിച്ചു തന്നതാ. അവൾ അത് തുറന്നു. ഒരു ജോഡി ചെരുപ്പായിരുന്നു. ഒന്നും എടുക്കാതെ പോയാൽ എങ്ങനെയാണ് കണ്ണേട്ടാ?
ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു, അതും എടുത്തില്ല. ഈ പൈസ ഇല്ലാത്തപ്പോൾ അതൊക്കെ എന്തിനാ മേടിക്കുന്നത് രാജി? പൈസ ഇല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഒന്ന് പോടാൻ വേണ്ടാതെ. രാജി കണ്ണനെ നോക്കി പേടിപ്പിച്ചു. തിരികെ വീട്ടിലെത്തും മുന്നേ ചായക്കടയിൽ നിന്നും കണ്ണൻ പരിപ്പ് വടയും പഴം പൊരിയും ഒക്കെ മേടിച്ചു. ഒപ്പം ഒരു കവർ പാലും. ഞാൻ ജനിച്ചതിൽ പിന്നെ ആദ്യമായിട്ടാ പാല് മേടിക്കുന്നത്. കണ്ണൻ്റെ കയ്യിലിരുന്ന കവർ കൊണ്ടുപോയി ശ്രീകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. അയ്യോ സത്യം, എത്ര കാലമായിട്ട് നമ്മുടെ തൊഴുത്തിൽ പൈക്കളുണ്ടായിരുന്നോ അല്ലേട്ടാ? അമ്മയ്ക്കും അച്ഛനും വയ്യാണ്ടായി, അതുകൊണ്ടല്ലേടി? അതെ, എന്നാ ചെയ്യാനാ? എല്ലാവരും എത്തിയപ്പോൾ അമ്മ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മുറ്റത്ത് നിൽപ്പുണ്ട്. രാജി ഓടി വന്ന് കുഞ്ഞിനെ എടുക്കാനായി. പോയി കുളിച്ചിട്ട് വാടി, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കുഞ്ഞിന് കൂടി വരും. കണ്ട സ്ഥലത്തുകൂടിയെല്ലാം പോയിട്ട് വന്നതല്ലേ? അമ്മ ഒച്ചയെടുത്തു.